കസ കാഴ്ചകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതേസമയം ആദ്യ എപ്പിസോഡ് എങ്ങനെയാണ് വിസ എടുക്കേണ്ടതെന്നും ഏത് വഴിയാണ് കസാക്കിലേക്ക് എത്തേണ്ടതെന്നും അവിടുത്തെ ഭാഷ എങ്ങനെയാണ്, എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത്, അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, ഇവിടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇവിടുത്തെ കറൻസി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. റൈറ്റ് സൈഡിലുള്ള ഐ ബട്ടണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോ കാണാൻ പറ്റും. എങ്ങനെയാണ് എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ റൂമിലേക്ക് എത്തിയതെന്നും ഞങ്ങളുടെ ആദ്യ രാത്രിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ ഞങ്ങളുടെ ആദ്യ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന വിശ്വാസത്തോടെ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. എൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇനി ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിൽ തന്നെ പ്ലേ ബാക്കിൽ പോയിട്ട് 1.5 അല്ലെങ്കിൽ 2 ഇട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നോക്കുമ്പോൾ കുറേ പേരൊക്കെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളുടെ ബസ് സ്റ്റോപ്പിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന മല എന്ന് പറയുന്നത് ഷിംബുലാക്ക് എന്ന് പറഞ്ഞൊരു മലയാണ്. അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ ഏകദേശം ഒരു -4 ഡിഗ്രിയാണ് കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ. സമയം ഒട്ടും തന്നെ കളയാനില്ലാത്തതുകൊണ്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് യാത്ര തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്കൊരു ചായ കുടിക്കണം. അപ്പോൾ ഒരു കഫേ നോക്കി നടക്കുമ്പോഴാണ് നമ്മളുടെ കോഫി റൂം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, ആദ്യം ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങാമെന്നുള്ള തീരുമാനത്തിൽ കോഫി റൂമിലേക്ക് കയറി. അവിടുത്തെ മെനു മൊത്തം കസാക്ക് ഭാഷയിലായതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചാണ് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിച്ചത്. ഇവിടം ഒരു ടൂറിസ്റ്റ് ഏരിയ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം കഫേകളിലും എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കസാക്ക് ഭാഷയിൽ തന്നെയാണ് എല്ലാ മെനുകളും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. കുറേയൊക്കെ മനസ്സിലാവുമെങ്കിലും ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇൻറ്റീരിയറൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസിൻ്റെ കുറേ അലങ്കാരപ്പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ കഫേയിൽ കാണാത്ത പോലെ ഉള്ള കുറച്ച് കോട്ട് ഹാങ്കറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കഫേയിലും അല്ലെങ്കിൽ ഇൻറ്റീരിയറിലേക്കും പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമൽ ചൂടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വാമായിട്ടിരിക്കാൻ പറ്റും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊടും തണുപ്പുമാണ്. ആദ്യം തന്നെ ഓർഡർ ചെയ്ത കോഫി ഹേസൽനട്ട് കോഫിയാണ്. അപ്പോൾ ഹേസൽനട്ട് ഒരു ലിക്വിഡ് പോലെ എന്തോ ഓയിൽ പോലെയാണ് തന്നത്. അത് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഒഴിച്ച് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഹേസൽനട്ട് കോഫി മുന്നേ ഞങ്ങൾ മലേഷ്യ വെച്ച് കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനൊത്തല്ല ഒഴിക്കുന്നത്, അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരായിരുന്നു. അതേസമയം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഓയിൽ പോലെ നമുക്ക് ആവശ്യമുള്ള അത്ര ഒഴിച്ച് കഴിക്കാം എന്നുള്ളതായിരുന്നു. രണ്ടാമതായി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് നൂഡിൽസാണ്. അപ്പോൾ നൂഡിൽസിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ എന്തൊരു മണി പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ചീസാണ്. അപ്പോൾ ചീസിൻ്റെ തരികളാണ്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ആ ചീസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. നൂഡിൽസ് എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ചീസിൻ്റെ ആ ഫ്ലേവർ കൂടിക്കഴിയും തോറും അത്രയും അടിപൊളിയായി വന്നുകൊണ്ടിരുന്നു. എന്നാൽ ബീഫിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തരിയായിട്ട് നമ്മളുടെ കീമയൊക്കെ ഇടുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബില്ലിൽ ഈ വക ഒരു കുറവും കണ്ടില്ല. ബില്ല് നല്ല അടിപൊളി ബില്ലായി. ഒരു 2000 രൂപയുടെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് ചിലവായി. ബില്ലിൻ്റെ കൂടെ നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ എന്തോ GST പോലെയുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് ബില്ല് വന്നപ്പോൾ കുറച്ച് ഞെട്ടിയെങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ ഇച്ചിരി ലാവിഷും കാര്യങ്ങളൊക്കെ ആവാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ പീജിയൻസിനെ കണ്ടു. പീജിയൻസ് നമ്മളുടെ നാട്ടിലെ പീജിയൻസ് പോലെ തന്നെ, പക്ഷേ നല്ല തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ട്. ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരിക്കും ആ ചിറകുകളും കാര്യങ്ങളൊക്കെ തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ട്. കസാക്കിലെ എല്ലാ കാലാവസ്ഥയും സ്നോ കാലാവസ്ഥയല്ല.
ഇത് നവംബർ തുടങ്ങി ജാനുവരി അവസാനം വരെയാണ് ഇവിടെ സ്നോയും തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേസമയം നമ്മളുടെ പോലെ തന്നെ ചൂടുകാലവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ചേട്ടന്മാരെ കണ്ട ഇവരാണ് നമ്മളുടെ ഈ സ്നോ ഒക്കെ എല്ലാ ദിവസവും ഈ റോട്ടിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി ഇങ്ങനെ വഴികളൊക്കെ ക്ലിയർ ചെയ്ത് ഇടാനുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ കാരണമാണ് നമുക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്നത്. ഈ ഐസുമേകൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പായിട്ട് നിലത്ത് വീഴും. അപ്പോൾ ഇവർ ഡെയിലി എല്ലാ ആളുകളുടെ മുന്നിലും അല്ലെങ്കിൽ റോഡുകളിൽ നിന്നൊക്കെ ഇതേപോലെ സ്നോ എടുത്ത് കളയുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾക്ക് സൗകര്യമായിട്ട് നടക്കാൻ പറ്റുന്നതും കാര്യങ്ങളും. പ്രതീക്ഷിച്ചതിലേറെ കാശ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ചിലവായതുകൊണ്ട് നമ്മൾ നേരെ ഒരു എക്സ്ചേഞ്ചിൽ പോവുകയാണ്, കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ കറൻസിയും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ കഫേസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ നേരത്തെ കയറിയ പോലത്തെ കഫേകളായിരിക്കും. അപ്പോൾ ആ കഫേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇനി ഇതുപോലെയുള്ളൊരു കഫേയിൽ നമ്മൾ കയറില്ല, കാരണം ഭയങ്കര എക്സ്പെൻസാണ്. ഏകദേശം ഒരു 2000 രൂപയാണ് അവിടെ ചിലവായത്. അപ്പോൾ കുറച്ച് പേര് നടന്നു പോകുന്നുണ്ട്. ഇവരും ടൂറിസ്റ്റാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന കുറച്ച് ടൂറിസ്റ്റുകളാണ്. കാരണം 11-12 മണി വരെ ഒക്കെ ഇവിടുത്തെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഇവർ എഴുന്നേൽക്കുന്നത് ഇച്ചിരി വൈകിയാണ്. 10-10:30 ശേഷമൊക്കെയാണ് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ തുറന്നു തുടങ്ങുള്ളൂ. എല്ലാ വശത്തും കാണുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര അടക്കും ചിട്ടയിലൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ്സ് ആയാലും ഇവിടുത്തെ റോഡ്സ് ആയാലും എല്ലാം സോവിയറ്റ് യൂണിയൻ കാലത്ത് പണി കഴിപ്പിച്ചതായതുകൊണ്ട് തന്നെ അതിൻ്റെ മനോഹാരിതയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഇതിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കസാക്കിസ്ഥാനിലെ ഒരു സ്ഥലം കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വേർക്കൊന്നുമില്ല നടന്നു കഴിഞ്ഞാൽ. നടക്കാനും ഒരു രസമൊക്കെ ഉണ്ട്. ഒരു 4 ലെയറൊക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൾ നടക്കുന്നത്. ഞാൻ 1 ലെയർ. അത് എനിക്കിച്ചിരി ചൂട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ലെയർ ഇട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു 2-3 ലെയറെങ്കിലും എന്തായാലും ഇടണം. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. മഞ്ഞാണ് ഫുള്ള് കണ്ടത്. ആ നടക്കണ വഴിയിൽ മാത്രമാണ് മഞ്ഞ് നീക്കിയിട്ടേക്കാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ചേട്ടന്മാർ നിന്ന് മഞ്ഞും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു കൺസ്ട്രക്ഷൻ സൈറ്റാണെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഇതുപോലെ മഞ്ഞ് ഇങ്ങനെ കട്ടിക്ക് വീഴും. അത് ഈ ഒരു ഉപകരണം വെച്ചിട്ടാണ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൈക്കോട്ടും കാര്യങ്ങളൊക്കെ പോലെ തോന്നും. അതുപോലത്തെ ഒരു സംഭവം ഷവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ മഞ്ഞ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറേ മഞ്ഞ് വീണ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ഈ മഞ്ഞിൽ ചവിട്ടി ഓടി കളിക്കുമ്പോൾ. കാരണം ഇതിങ്ങനെ കുഴിഞ്ഞു കുഴിഞ്ഞു പോവും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം നടന്ന ആ പാതകളിൽ അത് കട്ടിയായിട്ട് ഐസായിട്ടിരിക്കും. ഇവിടെ നടന്നു വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. ഇവിടുത്തെ സീബ്ര ക്രോസിങ്ങുകളിൽ ഒരാളുണ്ടെങ്കിൽ തന്നെ എല്ലാ വണ്ടികളും നിർത്തിക്കൊടുക്കും. എന്നിട്ട് നമ്മൾ പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ വണ്ടി എടുത്ത് പോവുള്ളൂ. അപ്പോൾ ഇവിടെ നടക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇത് മറ്റൊരു രാജ്യത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലൊരു നിയമം നമ്മളുടെ നാട്ടിലും വരണം എന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ പേപ്പർ തുറന്നാൽ കേൾക്കുന്നത് ഈ വഴി യാത്രക്കാർ വണ്ടി ഇടിച്ച് മരിച്ചുപോയി എന്നുള്ള വിവരമാണ്. അപ്പോൾ ഈ സീബ്ര ക്രോസിങ്ങുകളിലൂടെ നടക്കുമ്പോൾ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു നല്ലൊരു നിയമം, ഇത്തരത്തിലുള്ള ഒരു നിയമം നമ്മളുടെ നാട്ടിലും വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് മ്യൂസിയത്തിലാണ്. എന്തൊക്കെ കാഴ്ചകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എന്ന് എനിക്ക് അറിയില്ല. കുറേ പേരൊക്കെ ഉള്ളിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഇവിടെ എല്ലാ മ്യൂസിയത്തിലാണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും എല്ലാത്തിലും 2 ലെയർ ഡോറുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് ലെയർ കടന്നു പോകുമ്പോൾ ഒരു ചെറിയൊരു ഹീറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എൻട്രി കിട്ടുന്നത്.
തണുപ്പിൽ നിന്നും പ്രതിരോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 2 ഡോറായിട്ട് ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിലും കാണാം കുറേ കടകളിലൊക്കെ AC തണുപ്പ് പോവാതിരിക്കാൻ എയർ കട്ടേഴ്സ് വയ്ക്കുന്നത്. അത്തരത്തിലൊരു പ്രക്രിയയാണ് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ കാണുന്നത് കുറേ സ്റ്റഫ്ഡ് ആനിമൽസാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ആനിമൽസ് തന്നെയാണ്, കുറേ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നടക്കുമ്പോഴാണ് ഞങ്ങൾ ബോർഡും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. എല്ലാ ബോർഡുകളും ഇവിടുത്തെ ഭാഷയിൽ തന്നെയാണ്. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല. പക്ഷേ മൊബൈലിൽ വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഇവർ കൂടുതലും ഫോസിൽസാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ട് ജീവിച്ചിരുന്ന ഡിനോസറുകളുടെ, പിന്നെ മാമോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ആനകളല്ലേ, അതിൻ്റെയൊക്കെ എല്ലുകളും കാര്യങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് അത് ഒരു പിക്ചറിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണോ ബോൺസ് വരുന്നത് അതുപോലെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ പിള്ളേർക്കും കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാവാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റിങ്ക്റ്റായി പോയ ആനിമൽസിൻ്റെ ഫോസിൽ ഫോസിൽസാണ്. പിന്നെ ഈ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ള ടോയ്ലറ്റാണ് കേട്ടോ. നമ്മളുടെ താജ്മഹൽ ഇരിക്കുന്ന പോലെയാണ് ഇവിടുത്തെ വൃത്തി. എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുക. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. നമ്മളുടെ നാട്ടിൽ ഇതുപോലെയുള്ള പബ്ലിക് ടോയ്ലറ്റ്സ് കാണാൻ കിട്ടില്ല. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ പബ്ലിക് ടോയ്ലറ്റ്സ് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ബാക്കി പലയിടത്തുനിന്നും ആൾക്കാർ വരുമ്പോൾ അവർ യൂസ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മളുടെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഇത് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് വെച്ചാണ് അവർ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഷാർപ്പായിട്ട് കല്ലുകൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ചാണ് ഈ മീറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇത് കുറച്ച് ആരോസും കാര്യങ്ങളുടെയൊക്കെ കല്ലുകളാണ്. അപ്പോൾ പലതരത്തിലുള്ള കല്ലുകൊണ്ടുള്ള വെപ്പൻസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു ഹട്ടാണ്. അപ്പോൾ നമ്മളുടെ അവിടെ ചാണകം മെഴുകിയുള്ള ഹട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതല്ല, ഇവിടെ കുറച്ചും കൂടെ ഒരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഹട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കുറേ കലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല വൃത്തിയിൽ നല്ലൊരു മ്യൂസിയത്തിൽ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ ആക്കിയെടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മളുടെ അവിടെ കൂടുതലും ആ ഒരു ഹെറിഡിറ്ററി കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാനാണ് നോക്കിയിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ കാണാനും കാര്യങ്ങളൊക്കെ ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. ഇത് സ്റ്റഫ്ഡ് ആനിമൽസിൽ തന്നെ സ്റ്റഫ്ഡ് ബേർഡ്സ് ആണ്. അപ്പോൾ ഇതും ആ മ്യൂസിയത്തിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ കുറേ ബേർഡ്സിൻ്റെ സ്റ്റഫ്ഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കസാക്കിസ്ഥാൻ്റെ ഒരു മാപ്പാണ്. അപ്പോൾ ആ മാപ്പിൽ ഒരുവിധം എവിടെ നിന്നൊക്കെയാണ് ഈ ബേർഡ്സിനെയും അല്ലെങ്കിൽ ആനിമൽസിനെയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നേ എന്നുള്ള ഒരു വിവരണവും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോൺസ് എന്തോ സ്പെഷ്യൽ സ്റ്റോൺസാണ്. ഈ സ്റ്റോൺസിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ ഇത് പെർഫ്യൂമിനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റോൺസാണ്. അതേസമയം ഇത് ഇവിടുത്തെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കുറച്ച് കോസ്റ്റ്യൂംസാണ്. അപ്പോൾ രാജാക്കന്മാരും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളുമാണ്. അടുത്തതായി മ്യൂസിയത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് വരുമ്പോൾ കുറേ ആർട്ടിസ്റ്റുമാർ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ കലാവിരുതുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് മ്യൂസിയത്തിൻ്റെ 2nd ഫ്ലോറാണ്. അപ്പോൾ 2nd ഫ്ലോറിലെ ഹോൾവേയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഓരോ ഹോൾവേയിലും ഇങ്ങനത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗത്ത് ഇങ്ങനെ മ്യൂസിയത്തിലെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇവർ ഭയങ്കരമായിട്ടാണ് നമ്മളുടെ ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാത്തത്രയും ഒരു ആർട്ടിസ്റ്റിക് കലാവിരുതുകളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. കാരണം ഇവർ ചെറുതിലേ ഇവരുടെ പിള്ളേരെ ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ മാളുകൾ തുടങ്ങി സ്ട്രീറ്റ്സ് വരെ
എല്ലായിടത്തും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ചീപ്പർ റേറ്റ് ആണ്. പക്ഷേ ഇതൊക്കെ നാട്ടിൽ മേടിച്ച് കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷേ നമ്മളെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കാൻ പറ്റാത്തത് എനിക്ക്. പക്ഷേ അടിപൊളിയാണ്. ഇത് കുറച്ച് ഓൾഡൻ ഡേയ്സ് എങ്ങനെയൊക്കെയാണ് ഫുഡ് സെർവ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏകദേശം നമ്മളുടെ പോലെയൊക്കെ തന്നെ ചോറും കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ കയറാൻ ഒരു ചാർജ് ഉണ്ട് കേട്ടോ. ഈ ചാർജ് എന്ന് പറയുന്നത് 1000 ടെങ്കിയാണ് ഒരാൾക്ക്. അതായത് നമ്മളുടെ നാട്ടിലെ ഒരു 200 രൂപയുടെ അടുത്ത് വരും ഒരാൾക്ക് സ്റ്റേറ്റ് മ്യൂസിയം കാണാൻ. ഇത് ടോട്ടലി വേർത്തിട്ടാണ്. കാരണം ഇവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുണ്ട്. കുറേ നേരമൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് മ്യൂസിയത്തിൽ നടന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കുറേ അണ്ണാന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ ഇവിടുത്തെ അണ്ണാന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് കൊമ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും. നമ്മളുടെ മലയണ്ണാൻ പോലത്തെ ഒരു ടൈപ്പ് അണ്ണാനാണ്. മലയണ്ണാൻ്റെ അത്ര വലിപ്പവും കാര്യങ്ങളും ഇല്ല. നമ്മളുടെ അണ്ണാൻ്റെ അത്രയും തന്നെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി അടുത്ത ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുത്തനെ ഓടിപ്പോയി, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഫുൾ സ്നോ കുന്നുകൂടി കിടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് നമ്മുടെ പൈൻ ട്രീസുമേ ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നത്. വൈഫിനാണെങ്കിൽ ഈ പൈൻസ് കണ്ടിട്ട് ഭയങ്കര കൊതിയായിട്ട് വയ്യ. ഇത് നാട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കുറേ പൈൻസൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പറക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാഗ് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതെടുക്കണ്ട, നമ്മൾ ചെക്കിനിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആൾ ഒരു നടക്കി വിടുന്നില്ല. അങ്ങനെ കുറച്ച് പൈൻസും കാര്യങ്ങളൊക്കെ പറക്കി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോവുകയാണ്. ഇതൊരു മാൾ ആൻഡ് സൂപ്പർ മാർക്കറ്റ് കൂടിയതാണ്. ഇതിൻ്റെ പേര് റാം സ്റ്റോർ ഇൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. കസാക്കിസ്ഥാനിലെ ഞങ്ങളുടെ ആദ്യത്തെ മോൾ ആൻഡ് സൂപ്പർ മാർക്കറ്റാണ് റാം സ്റ്റോർ ഇൻ.